ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ AC മാറ്റിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ട് ഞാൻ പറയുന്നുണ്ട് നമ്മൾ AC മാറ്റാൻ പോവുകയാണ്. നമ്മുടെ പഴയ AC ഓൾറെഡി കംപ്ലൈൻ്റ് ആയിരുന്നു, അതിൻ്റെ ബോർഡ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എലി കടിച്ചിട്ടാണ് മെയിനായിട്ട് പ്രോബ്ലം വന്നത്. പിന്നെ ഫോബ്സ് കമ്പനി ഇപ്പോൾ ഇറക്കുന്നില്ല, അവർ നിർത്തിപ്പോയി AC പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ മാറ്റിക്കുന്നത് നമ്മുടെ പാനസോണിക്കിൻ്റെ ഒരു പ്രീമിയം ACയിലേക്കാണ്. 1.5 ടണ്ണിൻ്റെയാണ്. എൻ്റെ റൂം ഓൾമോസ്റ്റ് ഒരു 160 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ടണ്ണിൻ്റെ തന്നെ വാങ്ങിച്ചത്. നമ്മൾ മുമ്പുണ്ടായിരുന്നു അത് തന്നെയാണ്. നമ്മളെ ഫോബ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനത്തിന് സൈസ് കൂടുതലാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന് ഓൾമോസ്റ്റ് നമുക്കൊരു 43-44 റേഞ്ച് 1.5 3 സ്റ്റാറിന് വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി എക്സ്ചേഞ്ച് ഒക്കെ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിച്ചത്, ആമസോൺ തന്നെ വാങ്ങിച്ചത്. ഇതിൻ്റെ മോഡൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് തോന്നുന്നുണ്ട്. നോർമൽ മോഡലപ്പോൾ ഉള്ളതുണ്ട് ആമസോണിൽ. അപ്പോൾ ഇതാണ് അതിന് റിമോട്ട് വരുന്നത്. ഇതിൻ്റെ റിമോട്ടും ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. നോർമൽ ബേസിക് വേരിയൻ്റ് റിമോട്ടാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ ഈ ആറ്റംബർഗിൻ്റെ ഫാൻ റിമോട്ട് പോലെ അത്ര ഉണ്ടാവുള്ളൂ. അത്രയും ചെറിയ റിമോട്ടായിരിക്കും നമ്മുടെ ബേസിക് മോഡലിന്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര മോശം. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. വൈറ്റ് ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സ്മാർട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. കൺവേർട്ടബിൾ മോഡലാണ്, 7-in-1 കൺവേർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്റിംഗ് മോഡും ഉണ്ട്, നമ്മുടെ കാറിലൊക്കെ AC ഉള്ള പോലെ തന്നെ. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ഫീച്ചർ വരുന്നുണ്ട്, ഓട്ടോ ക്ലീൻ ഫീച്ചർ വരുന്നുണ്ട്. നമുക്ക് പിന്നെന്താ സ്മാർട്ട് ഡയഗ്നോസിസ് വരുന്നുണ്ട്. ഞാൻ ആപ്പിൽ കാണിച്ചു തരാം. അപ്പം ഇതിലൊക്കെ ഞാൻ ലോഗിൻ, അതായത് നമ്മൾ പെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 year കോംപ്രിഹെൻസീവ് വാറണ്ടി, അതുപോലെ തന്നെ 5 കൊല്ലം PCB വാറണ്ടി, 10 കൊല്ലം നമ്മുടെ ഇൻവെർട്ടർ കംപ്രസർ വാറണ്ടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ഞാൻ ഫോട്ടോസ് കൊടുക്കാം അവിടെ. ഇതിൻ്റെ നമ്മുടെ ഔട്ട്ഡോർ ഉണ്ടോ, അത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് പോലത്തെ ഒരു സിൽവർ ഫിനിഷാണ്. ഇവരുടെ ബേസിക് മോഡലാണെങ്കിൽ അത് വൈറ്റ് കളർ ആയിരിക്കും. പക്ഷേ ഇതൊരു സിൽവർ കോട്ടിംഗ് ഒക്കെ വരുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എത്ര മഴ കൊണ്ടാലും ഭയങ്കര ക്ലൈമറ്റ് പ്രൊട്ടക്ഷനൊക്കെ വരുന്ന സംഭവമാണ്. അതിന് തന്നെ നമുക്ക് 5 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. ആ പ്രൊട്ടക്ഷനും ആ കോട്ടിങ്ങിനോടൊക്കെ നമുക്ക് വാറണ്ടി വരി തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ഔട്ട്ഡോർ ഡിവൈസ് ഒരു സിൽവർ കളർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആപ്പ് ഞാൻ കാണിച്ചു തരാം. മിറായി എന്ന് പറഞ്ഞൊരു ആപ്പാണ്, നിങ്ങൾക്ക് ആയിരിക്കും ചിലപ്പോൾ. ഇതാണ് ആ ഒരു ആപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കട്ടെ. നമ്മൾ ഓൾറെഡി പാനസോണിക്കിൻ്റെ വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുമ്പത്തെ TV പാനസോണിക്കിൻ്റെ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നമ്മുടെ ഈ ആപ്പിൽ തന്നെ നമ്മൾ മുമ്പ് ഉപയോഗിച്ച ഡിവൈസുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവരുടെ ആപ്പ് വരുന്നത്. ഇനി നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കണം. ഇതാണ് നമുക്ക് ആപ്പ്. നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ താഴെ പോയി കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് AC-യുടെ ഇത് വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 20, ഞാൻ ഇപ്പോൾ 25 നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കണ്ടോ, നമുക്ക് സ്ലീപ്പ് പ്രൊഫൈൽ ഉണ്ടാക്കാം, AC ഡിസ്പ്ലേ വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ പവർഫുൾ മോഡ് ഓണാക്കാം, ക്ലീൻ മോഡ് ഓണാക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വെർട്ടിക്കൽ സ്വിങ് 4-way സ്വിങ് വരുന്നതാണിത്. കൺവേർട്ടർ മോഡൽ ഓണാക്കാം. അതുപോലെ തന്നെ ഫാൻ സ്പീഡ് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. ഫാൻ സ്പീഡ് കുറേ പേർക്ക് പാനസോണിക്ക് പറയാണ്ട്, ഇതിന് അത്യാവശ്യം ഫാൻ സ്പീഡ് വരുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് സത്യം തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഇത് ഏറ്റവും ലോ മോഡാണ്, ക്വയറ്റ് മോഡ് എന്ന് ഇവരെ ഇതിൽ തന്നെ കാണിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് ഏറ്റവും ലോവസ്റ്റ് മോഡാണ്. ഇതിൽ നമുക്ക് പവർഫുൾ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സൗണ്ട് വരും. ഞാൻ കാണിച്ചു തരാം. പവർഫുൾ മോഡാകുമ്പോൾ ഇതിൻ്റെ റിമോട്ട് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇടാം. എവിടെ വേണമെങ്കിൽ തൊട്ടാലും സാധനം അതിൻ്റെ അത്രയും പവർഫുൾ ആവും. റേഡിയേഷൻ ഇൻഫ്രാറെഡ് ഉണ്ട്. ഞാൻ അങ്ങനെ ഇട്ടിട്ടും ഓണാക്കി പവർഫുൾ മോഡ്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഞാൻ AC കാണിച്ചു തരാം. ഇതാണ് AC, കണ്ടോ, ഇതാണ് സംഭവം. ഞാൻ സൂം ചെയ്യാം. കണ്ടോ, അതിൻ്റെ മുകളിലായിരുന്നു നമ്മുടെ പഴയ AC. അവിടെ ഞാൻ ഇനിയിപ്പോൾ അതവിടെ പെയിൻ്റ് അടിക്കണം. അതാണ് അവിടെ കളർ ഡിഫറൻസ് കാണുന്നത്. കണ്ടോ, ഇതാണ് സംഭവം. കണ്ടോ, ഇതാണ് നമ്മുടെ AC. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ അൺബോക്സിംഗ് അതിലൊന്നുമില്ല. നമ്മൾ ആക്ച്വലി നമുക്കിത് ഡെലിവർ ആയതിനു ശേഷം അടുത്ത ദിവസം കാലത്ത് തന്നെ ഇവരുടെ ടെക്നീഷ്യൻസും സംഭവമൊക്കെ വന്നത് നമുക്കിത് ഫിറ്റ് ചെയ്ത് തന്നില്ല. അപ്പോൾ സർവീസ് നല്ല കിഴലെന്ന് തന്നെയാണ്. നമ്മൾ ഓൾറെഡി നമുക്ക് പാനസോണിക്കിനെ ഞാൻ വീട്ടിൽ വേറെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെയും പാനസോണിക് തന്നെ പോയത്. പിന്നെ സ്മാർട്ട് മോഡൽ നമുക്ക് ഈ പ്രൈസിന് വേറെ ഒറ്റ ബ്രാൻഡും കിട്ടില്ല. ഞാൻ പിന്നെ ആദ്യം മിസ്തുബിഷി നോക്കിയിട്ടുണ്ടായിരുന്നു, ജനറൽ നോക്കിയിട്ടുണ്ടായിരുന്നു.
അതിനൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് അതിൽ പൈപ്പ് സംഭവം ഒന്നും വരുന്നില്ല. പിന്നെ ഡൈക്കിൽ നോക്കിയാൽ ഡൈക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ പ്രൈസിന് നമുക്ക് സ്മാർട്ട് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ പാനസോണിക്കിന് തന്നെ പോയി. പിന്നെ പുതിയ മോഡലാണ്, 2024 മോഡലാണ്. അപ്പോൾ റിമോട്ടും കൊള്ളാം, അത്യാവശ്യം നല്ല സൈസ് റിമോട്ടാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇത് വെക്കാനുള്ള ഡോഗിളും കിട്ടുന്നുണ്ട്. ഡോഗിൾ സ്റ്റാൻഡ് എന്ത് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ കാണിച്ചൊക്കെ ചെയ്യാം. അതും കൂടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇത് നമ്മുടെ ടെമ്പററി ഫാനിൻ്റെ റിമോട്ടാണ്. അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ വെക്കാനുള്ള ഇത് സ്റ്റാൻഡ് തന്നെ ഇൻബിൽഡ് നമുക്ക് അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാനസോണിക്കിൻ്റെ 2 ബാറ്ററി ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്പീഡൊന്ന് കുറയ്ക്കട്ടെ കേട്ടോ. അതാണ് ക്വയറ്റ് മോഡ് എന്ന് തന്നെയുണ്ട് നമുക്ക്. അപ്പോൾ കുറേ മോഡുകളുണ്ട്. അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് മോഡുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു നമ്മൾ ഫുൾ റിവ്യൂ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 ദിവസമായി. ഒരു 1.5 ദിവസം 2 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ വന്നപ്പോൾ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റാളേഷൻ സൂപ്പറായിട്ട് അവർ ചെയ്തു തന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് വന്നു. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം മിഞ്ഞാന്ന് നമുക്ക് വൈകുന്നേരമാണ് സാധനം ഡെലിവർ ആയത്. ഒരു 6 മണി 7 മണി ആ റേഞ്ചിൽ. അടുത്ത ദിവസം ഓൾമോസ്റ്റ് ഒരു 10 മണി 10:30 ആയിരിക്കും നമുക്ക് വരെ ആൾക്കാർ വന്നു. അപ്പോൾ എക്സ്ചേഞ്ച് ആയിരുന്നു. അതൊരു പഴയത് അവരെടുത്തുകൊണ്ടുപോയി. അപ്പോൾ നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാളേഷൻ ടീം ഒരു 10:30 11 മണി ആവാറായപ്പോൾ തന്നെ വന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുത്തുന്നുണ്ട്. ഒരു ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പണി സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ റൂം സംഭവമൊക്കെ വൃത്തിയാക്കിയ സാധനം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കിടലിന് പെർഫോമൻസ് തന്നെ ഉണ്ടാവും. നമ്മുടെ നോർമൽ എന്തായാലും ഓൾറെഡി ഉണ്ടായിരുന്ന ഫോബ്സ് AC-യുടെ 1.5 ടൺ തന്നെയായിരുന്നു. പക്ഷേ അതിനാട്ടും കുറച്ച് വലുതാണ്. വീതി കുറവാണ്, വലുതാണ്. പക്ഷേ തടി കുറവാണ്, പക്ഷേ സൈസ് കൂടുതലാണ്. അതാണ് അവരൊരു എനിക്ക് ഡിസൈനായിട്ട് തോന്നിയത്. പക്ഷേ ഓവറോൾ കൊള്ളാം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഞാനിതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാകും. ഔട്ട്ഡോർ യൂണിറ്റൊക്കെ നിങ്ങൾ ഫോട്ടോ കൊണ്ടുണ്ടായിരിക്കും. നല്ല കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് പാനസോണിക്കിന്, ഒരു രക്ഷയില്ല. അതിൻ്റെ നമ്മുടെ ഇൻറ്റീരിയർ പാർട്സുകളായിക്കോട്ടെ എല്ലാം നല്ല കിടിലൻ ക്വാളിറ്റി സാധനം തന്നെയാണ്. പിന്നെ നമുക്ക് ഇവർക്ക് വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനുള്ള പരിപാടിക്ക് നമുക്ക് ഇതിൻ്റെ റിമോട്ടിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ട് വലിയ ആവശ്യമൊന്നുമില്ല. അത് വേറെ കാര്യം. ഇതിലിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഇതിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലീൻ മോഡായിക്കോട്ടെ, പവർഫുൾ മോഡായിക്കോട്ടെ, ഇത് നമുക്ക് നല്ല 0.1 ഫിൽറ്റേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എയർ പ്യൂരിഫയർ ആയിട്ട് വേണമെങ്കിൽ സാധനം ഉപയോഗിക്കാൻ പറ്റും. എൻ്റെ ആക്ച്വലി ബ്ലൂ സ്റ്റാറിൻ്റെ എയർ പ്യൂരിഫയർ ഉണ്ട്. നമ്മൾ പണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ബ്ലൂ സ്റ്റാർ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഏരിയയിൽ ഭയങ്കര മോശം സർവീസ്, അതുകൊണ്ട് ഞാൻ ബ്ലൂ സ്റ്റാർ പോകാണ്ടിരുന്നത്. ബാക്കി കുറേ ഏരിയയിലൊക്കെ നല്ല സർവീസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കസിനൊക്കെ ബ്ലൂ സ്റ്റാർ ഉപയോഗിക്കുന്നുണ്ട്. അവൻ്റെ അവിടെയൊക്കെ നല്ല സർവീസാണെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ അവിടെ നല്ല കുതിര സർവീസാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം എടുത്തിട്ട് അതിൻ്റെ ഫിൽറ്റർ മാറ്റണേ. നമുക്ക് എയർ പ്യൂരിഫയർ ആയാലും അതിൻ്റെ ഫിൽറ്റർ മാറണമല്ലോ. ഇവർ വിളിച്ചിട്ട് എടുക്കില്ല, വരാമെന്ന് പറയും, പിന്നെ വിളിക്കാമെന്ന് പറയും, ഒരു രക്ഷയില്ല. പിന്നെ കുറേ കാലമായിട്ട് ഫോൺ എടുക്കാണ്ടേ. ഞാനൊരു പിന്നെ ഒരു ലോക്കൽ ഫിൽറ്റർ ഇട്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇപ്പോൾ. അപ്പോൾ അത്രയും കൂടെ സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഏരിയയിലേക്ക് പോയിരുന്നു. പിന്നെ ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. നമുക്ക് ഇത് പാനസോണിക് എന്ന് പറയുമ്പോൾ ജപ്പാൻ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. വോൾട്ടാസ് ആയിക്കോട്ടെ, നമ്മൾ വോൾട്ടാസിൻ്റെയും കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂടുള്ള സമയത്തൊക്കെ. അപ്പോൾ ഇതെനിക്ക് ആക്ച്വലി പ്രൈസ് ഡീറ്റെയിൽസ് സംഭവം ഞാൻ പറഞ്ഞുതരാം. AC-ക്ക് നമുക്ക് വന്നത് ഓൾമോസ്റ്റ് ഒരു 42,000 ആണ്. സ്റ്റെബിലൈസർ നമ്മൾ എക്സ്ട്രാ വേറെ വെച്ചു. അതിൻ്റെ പഴയ ഉണ്ടായിരുന്നു, വിഗാർഡിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വിഗാർഡിനെ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ മൈക്രോടെക്കിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാനസോണിക്കിൻ്റെ തന്നെ സ്റ്റെബിലൈസർ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ മൈക്രോടെക്കിൻ്റെ പിന്നെ വെച്ചത്. ആദ്യം നമ്മൾ പാനസോണിക് എടുക്കാൻ നോക്കിയിട്ട് പിന്നെ മൈക്രോടെക്ക് നമുക്ക് ഓഫറിൽ കിട്ടിയപ്പോൾ ഞാൻ മൈക്രോടെക്കാണ് വെച്ചത്. പിന്നെ നമുക്ക് മൈക്രോടെക്ക് അതിന് നമുക്ക് 2,000 രൂപയായി. പിന്നെ നമുക്ക് ഇൻസ്റ്റാളേഷൻ 1,400 രൂപ വന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡ് ഓൾറെഡി പഴയതുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ നമ്മൾ വെച്ചോളൂ. ആദ്യം നമ്മൾ സ്റ്റാൻഡ് വേറെ വാങ്ങിക്കാനൊക്കെ വിചാരിച്ചാണ്, പിന്നെ വേണ്ടാന്ന് വെച്ചാൽ പഴയത് തന്നെ എടുത്തു. അപ്പോൾ ഓവറോൾ എക്സ്ട്രാ പ്രൈസ് വന്നത് 2,000 രൂപ സ്റ്റെബിലൈസറിനും 1,400 രൂപ ഇൻസ്റ്റാളേഷനും. വേറെ ഒന്നും വന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നോർമൽ എല്ലാത്തിലും അതിൽ ഇൻക്ലൂഡായി പോയി. അപ്പോൾ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാനസോണിക്കിൻ്റെ സൈഡിൽ നിന്നും ആയിക്കോട്ടെ, പാനസോണിക്കിൻ്റെ കസ്റ്റമർ കെയർ ആയിക്കോട്ടെ. എന്താ പറയുക, ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫാസ്റ്റർ ഡെലിവറി, ഫാസ്റ്റർ സർവീസ്, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു സാധനം. എന്തായാലും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ മുമ്പ് പാനസോണിക്കിൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഓൾറെഡി വീട്ടിലുണ്ടായിരുന്ന മോഡൽ ബേസിക് മോഡലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്മാർട്ട് മോഡലല്ലായിരുന്നു, ബേസിക് മോഡലായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലം പഴക്കമുള്ളതാണ്. അതിനും ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ സർവീസും ഒരു വർഷം നമുക്ക് ഫ്രീ സർവീസ് 2 പ്രാവശ്യം, ഒരു കൊല്ലത്തിൽ 2 ഫ്രീ സർവീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ 110 ആണ്, ഇത് 1.5 ടണ്ണാണ്. ഇത് കുറച്ച് പ്രീമിയം മോഡലാണ്, അതുകൊണ്ടാണ് ഈ പ്രൈസ് റേഞ്ച് വരുന്നത്.
പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് മോഡൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രീമിയം സാധനം വേണമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹോട്ട് ആൻഡ് കൂൾ മോഡൽ എടുത്തത്. ശരിക്കും നമുക്ക് ഇതിൻ്റെ ബേസ് മോഡലിന് 37 രൂപയ്ക്കൊക്കെ നമുക്ക് 1.5 ടൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 6000-7000 കൂടുതലാണ് ഈ ഹോട്ട് ആൻഡ് കൂൾ എഡിഷന്. അതിൻ്റെ ഞാൻ റിമോട്ടിൻ്റെ ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, റിമോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. അച്ഛൻ്റെ റിമോട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, കാര്യം ഭയങ്കര ചെറുതാണ്. പിന്നെ നമുക്ക് ആപ്പും ഗൂഗിൾ അലക്സ സപ്പോർട്ട് സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്ലീപ്പ് മോഡ്, എയർസ് മോഡ്, ഇത് കുറേ പേർക്ക് നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ നമ്മൾ ആപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ആക്ച്വലി ഒരു സ്മാർട്ട് ബട്ടൺ ഉണ്ട് കണ്ടോ, ഇത് അമർത്തി പിടിച്ച് 5 സെക്കൻഡ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വൈഫൈ മോഡ് ഓൺ ആവും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മൊബൈലിൽ പോവുക, അതിൽ നമ്മുടെ ഹോട്ട്സ്പോട്ടിൽ വൈഫൈയിൽ കയറി കഴിഞ്ഞാൽ പാനസോണിക് വേണ്ടി കാണാം, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് ഉണ്ടായിക്കോളും. പിന്നെ ആപ്പിൽ പോയിട്ട് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേരാവട്ടെ, ഒരു പണിയുമില്ല, സുഖമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പേര് വന്നിരിക്കുന്നത്. നമുക്കിതിൽ എനർജി കൺസപ്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ അധികം ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വലിയ എനർജി കൺസപ്ഷനും ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഡിവൈസ് മാനേജിങ് ഓപ്ഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫേംവെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, ഡയഗ്നോസ് ഡിവൈസ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ആപ്പ് ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ആപ്പാണ്, നല്ല ക്ലീൻ ആപ്പ്, നല്ല യൂസ് ചെയ്യാനും ഭയങ്കര ഈസി. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കറണ്ട് കൺസപ്ഷൻ വരുന്നുണ്ടോ, ഇന്നലെ നമുക്ക് വന്നിരിക്കുന്നത് 0.9 kW വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര കുറവാണ് വന്നിരിക്കുന്നത്. 13 ഓഗസ്റ്റ്. പിന്നെ അത് നോക്കട്ടെ എന്തായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളൊരു AC നോക്കുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഈ ഒരാഴ്ച നല്ല മഴ പെയ്യുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, പക്ഷേ എൻ്റെ ഏരിയയിൽ അത്ര അധികം മഴയൊന്നും ഇല്ല കേട്ടോ. നല്ല ചൂടായിരുന്നു, 2-3 ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊന്നും ഒരു രക്ഷീണമെന്നില്ല. എൻ്റെ റൂം ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ തന്നെ മാറ്റിയത്. അപ്പോൾ നിങ്ങളൊരു AC നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ബ്രാൻഡുകളാണ് പാനസോണിക്, LG, ഡൈക്കിൻ. പിന്നെ നിങ്ങൾക്ക് പ്രീമിയം ബ്രാൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ മിസ്തുബിഷിയിലേക്കും ജനറലിലേക്കും പോകാം. പക്ഷേ അവരുടെ ബേസ് മോഡൽ വാങ്ങിക്കരുത്. ബേസ് മോഡലൊന്നും അവരുടെ ഹൈ എൻഡ് മോഡലിൻ്റെ പെർഫോമൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ബേസ് മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനത്തെ ബ്രാൻഡുകളുടെ പ്രീമിയം മോഡൽ വാങ്ങിക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്തുബിഷിയുടെയും ജനറലാണ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മിഡിൽ കിടക്കുന്ന ഒരു മോഡലെങ്കിലും വാങ്ങിക്കാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ. അടുത്ത് നമ്മുടെ മെയിൻ 2 ചാനൽസും മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH ബോഡി കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ആകുമ്പോഴേക്കും ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് ajmg.banksupport നോക്കാത്തവർ പോയി നോക്കി നോക്കാം. നിങ്ങൾക്ക് അതിൽ കൂടെ ഈസിയായിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് അക്കൗണ്ട്സും അപ്ലൈ ചെയ്യാം. വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായി കിട്ടാം. മറക്കണ്ട. ബൈ.